ഹലോ, എല്ലാവർക്കും ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് തോരനാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. നമുക്ക് കണ്ടു നോക്കിയാലോ പെട്ടെന്ന് വീഡിയോ. നമുക്ക് ബീട്രൂട്ട് തോരന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 ബീട്രൂട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില വേണം. ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി 4 നല്ല എരിവുള്ള പച്ചമുളക് നല്ലപോലെ ചോപ്പ് ചെയ്തിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഇച്ചിരി എരിവുള്ള പച്ചമുളക് നമുക്ക് ചേർക്കാം. ഇനി ഒരു വലിയ സവോള നല്ലപോലെ കൊത്തി അരിഞ്ഞതും കൂടെ വേണം. ഇനി ഒരു 6 അല്ലി വെളുത്തുള്ളി നല്ലപോലെ ചോപ്പ് ചെയ്തതും കൂടെ നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. ഇനി തോരനിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം ആവശ്യമായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണം. 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് നല്ല എരിവുള്ള പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവോള അരിഞ്ഞതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് സവോള നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു ശകലം ഇത്രയും ഒന്ന് മാറ്റി വയ്ക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് നമ്മുടെ കൈയിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് ഈ സവോളയും പച്ചമുളകും ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ബീട്രൂട്ടിൽ നല്ലതായിട്ടൊന്ന് നമുക്ക് കൈയിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ചെയ്യാം. ഇതല്ലാതെ നമുക്ക് സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ ഇങ്ങനൊന്ന് ചെയ്യുമ്പം ഈ ബീട്രൂട്ട് തോരനൊരു പ്രത്യേക രുചി കിട്ടും. അപ്പം ഇതുവരെ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബീട്രൂട്ട് തോരന് നല്ല രുചിക്കൊക്കെ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് മുമ്പലത്തെ പോലെ കൈയും കൊണ്ട് തേങ്ങയും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്കിത് കുറഞ്ഞതൊരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും. അപ്പം ഈ മിക്സ് എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് കമ്പൈൻഡായിട്ട് നല്ലതായിട്ടൊന്ന് പിടിക്കാനായിട്ടൊക്കെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. അപ്പം നമ്മുടെ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു മൺചട്ടിയാണ്. നമ്മുടെ നാടൻ തോരനും കറികളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് മൺചട്ടിയിൽ വെച്ചാൽ അതിനൊരു പ്രത്യേക രുചിയായിരിക്കും, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ മൺചട്ടി ഉള്ളവർ അങ്ങനെ ഒന്ന് തോരൻ ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ല ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മൾ തോരന് ഉണ്ടാക്കുമ്പോൾ. ഇപ്പം നമ്മുടെ ചട്ടി ഇവിടെ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. ഈ തോരനൊക്കെ യൂസ് ചെയ്യുമ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അപ്പം റിഫൈൻഡ് ഓയിലിലാണെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കോക്കനട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം ഈ തോരന് ഇച്ചിരി കൂടെ ഒരു രുചിയായിരിക്കും. അപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലപോലെ ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തോരന്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഇനി ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബീട്രൂട്ടിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ബാക്കി ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനിയും എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ബീട്രൂട്ടിൻ്റെ ഉള്ള ആ നീരിൽ തന്നെ കിടന്ന് ഈ തോരനായിക്കോളും, നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. വേറെ വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഈ ചട്ടിയുടെ സെൻറ്ററിലേക്ക് ഈ കാണിക്കുന്ന പോലെ ഒന്ന് കൂട്ടി വെച്ച് ഇതെല്ലാം കൂടെ ചട്ടിയുടെ സെൻറ്ററിലേക്ക് ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് നല്ലപോലെ ഈ ബീട്രൂട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണേ. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 5 to 6 മിനിറ്റ്സിനകത്ത് ഇത് നല്ലപോലെ കുക്കായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് തുറന്ന് നോക്കി. ഇപ്പോൾ തോരനെല്ലാം നല്ലപോലെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഉപ്പ് ഈ സമയത്ത് വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ തോരൻ ഈ ചട്ടിയിൽ നിന്ന് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ബീട്രൂട്ട് തോരൻ ഇതുവരെ ഇതുപോലെ വെച്ച് നോക്കാത്തവരൊന്ന് വെച്ച് നോക്കണേ. നല്ല ടേസ്റ്റ് ആയിട്ടൊരു തോരനാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായ തോരനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.